ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ ഒരു ദിവസം അമ്മയ്ക്ക് പരിപൂർണമായി ഈ ലോകവിഷയങ്ങളിൽ വിരക്തി വന്നു. ആ ഭഗവാന്റെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചു. അവതാര സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞ വാക്കൊക്കെ ഓർമ്മ വന്നു. സാക്ഷാൽ മോക്ഷസ്വരൂപനാണ്, ആദിനാരായണമൂർത്തിയാണ്. ലോകത്തിൻ്റെ അജ്ഞാനം നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന് ആത്മതത്വം ഉപദേശിക്കാൻ അവതരിച്ചിരിക്കുന്ന ജ്ഞാനകലയാ അവതരിച്ചിരിക്കുന്ന സർവേശ്വരനാണ് നിങ്ങളുടെ ഈ മകൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബ്രഹ്മാവേ. അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ എന്നെ അജ്ഞാനത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മുക്തയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു അത്രേ. അതെന്താ? ഒരാൾക്ക് ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹം ഉണ്ടാവൽ എളുപ്പമല്ല അത്രേ. അങ്ങനെ ഒരാൾക്ക് തോന്നിലോ, അത് പ്രത്യേകിച്ചും തൻ്റെ ജന്മം തന്ന മാതാവിന് ഈ സംസാരമോചനത്തിലുള്ള ആഗ്രഹം ഉണ്ടായില്ലേ, ആ അമ്മയെ അനുഗ്രഹിക്കാൻ ഒരവസരം ഉണ്ടായില്ലോ എന്നുള്ള സന്തോഷം കൊണ്ടൊക്കെ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആദിയിൽ തന്നെ ഞാൻ ഈ മോക്ഷമാർഗം ഉപദേശിച്ചിട്ടുണ്ട് മഹർഷിമാർക്ക്. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. അതിൻ്റെ പേരാണ് ആധ്യാത്മിക യോഗം. അത് സാധിച്ചാലോ ഈ ലൗകിക സുഖദുഃഖങ്ങൾ രണ്ടിൽ നിന്നും മോചനം എന്നേക്കുമായിട്ടുണ്ടാവും. എന്താണ് യോഗം? യോഗം എന്ന വാക്കിനർത്ഥം ചേർച്ച, യൂണിയൻ എന്നൊക്കെയാണ്. എന്തിനോട് ചേരണം? നമ്മുടെ മനസ്സിൽ നിന്ന് ചേർന്നിരിക്കുക ലോകവസ്തുക്കളുമായിട്ട്, ലോക വിഷയങ്ങളുമായിട്ട്. മനസ്സ് എന്തിനു ചിന്തിക്കുക, അതിനോടാണ് യോഗം അല്ലേ? ഇവിടെ വിഷയസംയോഗം നമുക്കുണ്ട്, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്. ദുഃഖ സംയോഗ വിയോഗ യോഗസംഹിത എന്ന് കൃഷ്ണ ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും. എന്താണ്? ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ്, അതായത് ആനന്ദത്തിനോടുള്ള യോഗമാണ് യഥാർത്ഥ യോഗം. ദുഃഖത്തിന് ഉണ്ടാവാൻ കാരണം ഈ വിഷയങ്ങളോട് യോഗം ഉണ്ടായോണ്ടാ, ചേർച്ച ഉണ്ടായോണ്ടാ. അപ്പോൾ മനസ്സിന് ചിന്തിക്കാൻ രണ്ട് വസ്തുവുള്ളൂ, ഒന്നിലോ ഈ ലോകവിഷയങ്ങൾ, അല്ലെങ്കിലോ ഭഗവാൻ. വിഷയങ്ങളെ ചിന്തിച്ച് ശീലിച്ച മനസ്സിനെ ക്രമേണ അവിടുന്ന് പിൻവലിച്ച് ഭഗവാന്റെ സ്മരണയിൽ മുഴുകണം. അങ്ങനെ മനസ്സ് ഭഗവാനോട് ചേർന്ന മോക്ഷമായി, ശാശ്വത ശാന്തിയായി. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബന്ധവും മോക്ഷവും ആർക്കാ? മനസ്സിനാ. ആത്മാവ് എവർ ലിബറേറ്റഡാ, എവർ മുക്തമാണ്. ആത്മാവിന് ബന്ധം എന്താണെന്ന് അറിയുന്നില്ല. സൂര്യനെ അവിടെ നിന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കണു, പക്ഷെ നമ്മൾ പറയണു സൂര്യനെ കാണാനില്ല എന്ന്. കാരണം അതിൻ്റെ മുമ്പിൽ മേഘം വന്ന് നിൽക്കൊണ്ട. മനസ്സിലായോ? രമണ മഹർഷി പറയും, ബന്ധമുക്തി അതീതം പരംപദം. പരമപദം, ആ ഭഗവത്പദം ബന്ധമോക്ഷമെന്ന രണ്ട് സങ്കല്പങ്ങൾക്കും അപ്പുറത്തത്രേ. ഞാൻ ബദ്ധനാണെന്നുള്ള വിചാരത്തെയും ഞാൻ മുക്തനാണെന്നുള്ള വിചാരത്തെയും ആരാ പ്രകാശിപ്പിക്കുന്നത്? ആ ആത്മസ്വരൂപത്തിന് ബന്ധം എന്തെന്ന് അറിയുന്നില്ല. അത് എവർ ലിബറേറ്റഡ്, അതിനൊരു ബന്ധമില്ല. പക്ഷേ ഈ മനസ്സ് ആ ആത്മസ്വരൂപത്തെ മറന്ന് ഈ ദേഹത്തെയും ദേഹസംബന്ധികളെയും അഭിമാനിച്ചുകൊണ്ട് ആസക്തമായി ഇതിൻ്റെ ധർമ്മങ്ങളെയൊക്കെ തന്നിൽ ആരോപിച്ചുകൊണ്ടിരുന്നാൽ അത് ബന്ധനത്തിന് കാരണമാകുന്നു. ദേഹേന്ദ്രിയഗുണാൻ കർമാണി അമലേ സച്ചിദാത്മനി അധ്യസ്യന്തി അവിവേകേന ഗഗനേ നീലദാധിപത്. ഭഗവാൻ ആചാര്യസ്വാമികൾ പറയുക, ആത്മബോധത്തിൽ ആകാശത്തിന് വല്ല നിറമുണ്ടോ? പക്ഷേ കർത്താകാശം, നീലാകാശം, വെളുത്താകാശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അസുല ആകാശത്തിൽ ആരോപിക്കണമല്ലേ ഇതൊക്കെ? ഇതുപോലെ അത്യന്തം നിർമ്മലമായ ശാശ്വത ആനന്ദ സ്വരൂപമായ ആ ആത്മസ്വരൂപമാരായിരിക്കെ നമ്മൾ ഓരോരുത്തരും നമ്മളത് വിസ്മരിച്ചിട്ടോ ഈ ദേഹമാണെന്ന് ചെയ്യുമ്പോൾ ദേഹധർമ്മങ്ങളൊക്കെ എന്നിൽ ആത്മാവിൽ ആരോപിച്ചിട്ട് ഞാൻ ജനിച്ചു മരിക്കണു, ഞാൻ അങ്ങനെ, ഞാനിങ്ങനെ, ഞാൻ സുഖി, ഞാൻ ദുഃഖി, ഇങ്ങനെ അനേകം ഭാവനകളിൽ പെട്ടുകൊണ്ടാണ് ഒരാൾ പിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് പേര് അജ്ഞാനാവസ്ഥ, അവിദ്യയിൽ കുടുങ്ങിയിരിക്കുന്ന ആളാണ്. ഇതിന്ന് മോചനം വേണം എന്ന് ആഗ്രഹം ഉണ്ടാവണം ആദ്യം. അതിനാണ് ശാസ്ത്രീയമായി ദേഹേന്ദ്രിയ മനോബുദ്ധ്യാദികളുടെ തനതായ സ്വഭാവം. അത് ജഡമാണ്, മാറുന്നതാണ്, ദൃശ്യമാണ്. ആത്മാവ് ദൃക്കാണ്, ചൈതന്യമാണ്, മാറാത്തതാണ്, നിത്യമാണ്, ശാശ്വതമാണെന്നൊക്കെ ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്നത്. അത് നമുക്കൊരു ഇൻഫോർമേഷൻ. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഇൻഫോർമേഷനെ നമ്മൾ അപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? പ്യുവർ സയൻസും അപ്ലൈഡ് സയൻസും ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ ശാസ്ത്രം പഠിക്കുന്നത് പ്യുവർ സയൻസേ ആവുന്നുള്ളൂ. അപ്ലിക്കേഷൻ എന്താ? ചിത്തശുദ്ധിക്ക് ശ്രമിക്കണം, ഈശ്വരോപാസന ചെയ്യണം. അങ്ങനെ ഭക്തി കൊണ്ട് മനഃശുദ്ധമായ മനസ്സിനെ ഈ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് ശ്രദ്ധ ഉയർത്തി അതിന് സാക്ഷിയായിരിക്കുന്ന ആ ആത്മസ്വരൂപനായ ഭഗവാനെ സ്മരിക്കണം. ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ മനസ്സ് ഭഗവാനോട് ചേരും.